ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഐഷ റാഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഏത് മീൻ വെച്ചിട്ടും വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റണ ഒരു ഈസി മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല എളുപ്പത്തിലുള്ളൊരു മീൻ കറിയാണ്. എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞതാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി, പിന്നെ മീൻ. ഇന്ന് കിളിമീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെറുതാക്കി അരിഞ്ഞത് അതൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഒരുപാട് വഴണമെന്നില്ല, കുറച്ച് മതി. അതിലേക്ക് ഇനി പച്ചമുളക് ഞാൻ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഞാനൊരു 1.5 സവാളയാണ് എടുത്തേക്കുന്നത്. മീഡിയം കണക്കിനാണ് എടുത്തേക്കുന്നത്. അതും ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എളുപ്പം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് തക്കാളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. എരിവ് ചിലവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, ചിലവർക്ക് കുറച്ച് കുറയും. അപ്പം അതിനനുസരിച്ച് ഞാനിപ്പോൾ ചേർത്തേക്കണത് കാശ്മീരി ചില്ലിയാണ്. കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ച കുടംപുളി, ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കുടംപുളിയാണ് കേട്ടോ. ഈ വെള്ളത്തെപ്പാട് തന്നെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ചേർക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർക്കണില്ല, ആവശ്യത്തിന് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി ഇപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കിളിമീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ.
മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണയൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പെരിഞ്ജീരകപ്പൊടി കുറച്ച് മതി കേട്ടോ, ഒരുപാട് ഇടണ്ട, കുറച്ച്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ, ലാസ്റ്റ് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറി റെഡിയായി.